നമസ്കാരം. ഗൾഫ് വാർത്തകളുമായി നിഷി മണികണ്ഠൻ. റോഡുകളുടെ ഗുണനിലവാരത്തിൽ ആഗോളതലത്തിൽ 5-ാം സ്ഥാനവും അറബ് രാജ്യങ്ങളിൽ 1-ാം സ്ഥാനവും നേടി യു എ വേൾഡ് എക്കണോമിക് ഫോറം പുറത്തിറക്കിയ സൂചികയിലാണ് ഇക്കാര്യം പറയുന്നത്. ആഗോളതലത്തിൽ മികച്ച പൊതുഗതാഗത തുറമുഖ കാര്യക്ഷമതയിൽ യഥാക്രമം 9-10 സ്ഥാനങ്ങളാണ് ലഭിച്ചത്. ദീർഘവീക്ഷണമുള്ള നേതൃത്വത്തിന്റെ കാഴ്ചപ്പാടിന്റെയും വികസന പദ്ധതികളുടെയും ഫലമാണ് ഇതെന്ന് ഊർജ്ജ വികസന മന്ത്രി സുഹൈൽ മുഹമ്മദ് അൽ മസ്റൂ വ്യക്തമാക്കി. UAE ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയത്തിന്റെ സേവനങ്ങളുടെ നിരക്ക് ഈസി പേയ്മെന്റ് സംരംഭത്തിലൂടെ തവണകളായി അടയ്ക്കാൻ സൗകര്യം ഏർപ്പെടുത്തി. ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് സേവനം പ്രയോജനപ്പെടുത്താം. 3, 6, 9 അല്ലെങ്കിൽ 12 മാസം എന്നിങ്ങനെ തവണകളായി അടയ്ക്കാവുന്നതാണ്. ബാങ്കിന്റെ കോൾ സെന്ററുകൾ അല്ലെങ്കിൽ മറ്റ് ചാനലുകൾ മുഖേനയോ പേയ്മെന്റ് പ്ലാനിനായി അപേക്ഷിക്കാം. അബുദാബി ഇസ്ലാമിക് ബാങ്ക്, അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക്, കൊമേഴ്സ്യൽ ബാങ്ക് ഓഫ് ദുബായ്, അജുമാൻ ബാങ്ക്, എമിറേറ്റ്സ് ഇസ്ലാമിക് ബാങ്ക്, എമിറേറ്റ്സ് NBD, ഷാർജ ഇസ്ലാമിക് ബാങ്ക്, ദുബായ് ഇസ്ലാമിക് ബാങ്ക് എന്നിവയുമായി സഹകരിച്ചാണ് സംരംഭം നടപ്പിലാക്കുന്നത്. ജൂൺ 3 മുതൽ UAEയിലെ ചില പൊതു ആരോഗ്യ കേന്ദ്രങ്ങൾ വിസ ആവശ്യങ്ങൾക്കും മറ്റുമുള്ള മെഡിക്കൽ ഫിറ്റ്നസ് പരിശോധനാ സേവനം നിർത്തലാക്കുമെന്ന് എമിറേറ്റ്സ് ഹെൽത്ത് സർവീസസ് അറിയിച്ചു. അജ്മാൻ പബ്ലിക് ഹെൽത്ത് സെന്റർ, റാസൽ ഖൈമ പബ്ലിക് ഹെൽത്ത് സെന്റർ, ഉമ്മുൽ ഖുവൈൻ പബ്ലിക് ഹെൽത്ത് സെന്റർ, ഫുജൈറ പബ്ലിക് ഹെൽത്ത് സെന്റർ എന്നിവിടങ്ങളിലാണ് സേവനം നിർത്തലാക്കുന്നത്. അതേസമയം EHS UAEയുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന ഓരോ എമിറേറ്റിലെയും മെഡിക്കൽ ഫിറ്റ്നസ് പരിശോധനാ കേന്ദ്രങ്ങളിലൂടെ സേവനം ലഭ്യമാക്കും. വാഹന രജിസ്ട്രേഷൻ കാലാവധിയിൽ വീഴ്ച വരുത്തിയാൽ 500 ദിർഹം പിഴ ചുമത്തുമെന്ന് റാസൽ ഖൈമ പോലീസ്. കൂടാതെ വാഹനം ഒരാഴ്ചത്തേക്ക് കണ്ടുകെട്ടുകയും ചെയ്യും. സ്മാർട്ട് ക്യാമറകൾ വഴിയാണ് നിയമലംഘകരെ കണ്ടെത്തുന്നത്. രജിസ്ട്രേഷൻ കാലാവധിക്ക് ശേഷം പുതുക്കാനായി 1 മാസം വാഹനയുടമയ്ക്ക് ഗ്രേസ് പീരീഡായി നൽകുന്നുണ്ട്. ഈ കാലയളവിൽ പിഴ ഈടാക്കുകയില്ല. പുതുക്കേണ്ട തീയതി കഴിഞ്ഞ് 40 ദിവസം കഴിഞ്ഞാൽ സ്മാർട്ട് ക്യാമറകൾ നിയമലംഘനം രേഖപ്പെടുത്തും. പിഴയോടൊപ്പം ഡ്രൈവിംഗ് ലൈസൻസിൽ 4 ബ്ലാക്ക് പോയിന്റും ലഭിക്കും. തീപിടുത്തം പോലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നിർബന്ധമായും ചെയ്യണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ വർഷം രാജ്യത്ത് 1396 വാഹനങ്ങൾക്ക് തീപിടിച്ചതായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഏറ്റവും കൂടുതൽ അപകടങ്ങളുണ്ടായത് ദുബായിലാണ്. എമിറേറ്റിന്റെ വിവിധ ഇടങ്ങളിലായി 327 വാഹനങ്ങൾക്കാണ് തീപിടിച്ചത്. അബുദാബി 265, ഷാർജ 232, അലൈൻ 196, അജ്മാൻ 109, റാസൽ ഖൈമ 103, ഫുജൈറ 80, അൽദഫ്ര 46, ഉമ്മുൽ ഖുവൈൻ 32 എന്നിങ്ങനെയാണ് അപകട നിരക്ക്. മുൻ വർഷത്തെ അപേക്ഷിച്ച് അപകട നിരക്കിൽ 23% വർധനയുണ്ടായിട്ടുണ്ട്. മീസിൽസ് അഥവാ 5-ാം പനിയെ പ്രതിരോധിക്കാനായി 1 മുതൽ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് MMR വാക്സിൻ നൽകണമെന്ന് അബുദാബി പൊതുജനാരോഗ്യ കേന്ദ്രം. 2 ഘട്ടങ്ങളിലായാണ് മീസിൽസ് സൗജന്യ വാക്സിൻ നൽകേണ്ടത്. ആദ്യത്തേത് 12-ാം മാസത്തിലും രണ്ടാമത്തേത് 18-ാം മാസത്തിലും. അബുദാബി, അൽദഫ്ര, അലൈൻ എന്നിവിടങ്ങളിലെ 158 ആരോഗ്യ കേന്ദ്രങ്ങളിൽ സൗജന്യ വാക്സിൻ ലഭ്യമാണ്. ആഗോളതലത്തിൽ കുട്ടികളിൽ മീസിൽസ് കുത്തനെ ഉയരുന്ന സാഹചര്യത്തിലാണ് പ്രതിരോധ നടപടികൾ ഊർജിതമാക്കുന്നത്. നിശ്ചയദാർഢ്യമുള്ളവർക്ക് ബീച്ചുകളിൽ മികച്ചതും സുരക്ഷിതവുമായ സൗകര്യങ്ങളൊരുക്കി ദുബായ് മുനിസിപ്പാലിറ്റി. പ്രത്യേക നടപ്പാതകൾ, ഫ്ലോട്ടിംഗ് വീൽ ചെയറുകൾ, മികച്ച സൗകര്യമുള്ള ശുചിമുറികൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ജുമൈറ 2, ജുമൈറ 3, സുഖീം എന്നീ ബീച്ചുകളിൽ സൂര്യാസ്തമയം മുതൽ സൂര്യോദയം വരെ ചെലവഴിക്കാം. ദുബായിലെ പൊതു ബീച്ചുകൾക്കായുള്ള പ്രധാന പദ്ധതിയുടെ ഭാഗമായാണ് നിശ്ചയദാർഢ്യമുള്ളവർക്ക് പ്രത്യേക സേവനങ്ങളും സൗകര്യങ്ങളും ലഭ്യമാക്കുന്നത്. ഇതോടെ ഗൾഫ് വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.